അമ്മ അവളെ കാണുക തന്നെ വേണം. പക്ഷേ അതിനു മുൻപ് DK അവളെ ഒന്ന് കാണണം. അവനല്ലേ ഫോട്ടോ സെലക്ട് ചെയ്യുന്നത്, പിന്നെന്താ കുഴപ്പം? അവൻ ഫോട്ടോയിലേക്ക് നോക്കാത്തത് നമ്മുടെ കുഴപ്പമാണോ? അല്ല, only he is wrong. എടി, അത് അവന്റെ തെറ്റാണെന്ന്. അത് ശരിയാണമ്മേ. പക്ഷേ തീപ്പെട്ടിപ്പടം വെച്ച് കളിക്കുന്നത് പോലെ അല്ലല്ലോ കല്യാണം. അതൊക്കെ അവന്റെ ഭ്രാന്ത്. അല്ലാതെന്താ? വാട്ട് ഐ ഡു? നത്തിങ് ഡു. എന്തായാലും ആദ്യം അവര് തമ്മിൽ നേരിട്ടൊന്ന് കാണട്ടെ. DKക്ക് അവളെ തീർച്ചയായും ഇഷ്ടപ്പെടും. ഈ കാലത്ത് ഇങ്ങനെ ട്രഡീഷണൽ ആയൊരു പെൺകുട്ടിയെ കാണാൻ പോലും കിട്ടില്ല. ഭാര്യ എന്നാൽ സീതയെ പോലെ ഇരിക്കണം പോലും, ഭർത്താവ് ശ്രീരാമനെ പോലെയും. ഇതൊക്കെയാ ഭർത്താവിനെ കുറിച്ചുള്ള അവളുടെ സങ്കല്പം. റിയലി? നമ്മുടെ ഭാഗ്യം. ഓർ ഹോം ലക്ക്. അപ്പൊ എന്റെ മോന്റെ ദുഃഖത്തിന്റെ കാലം അവസാനിക്കാറായി അല്ലേ മോളെ? ഇനിയെങ്കിലും അവനൊരു നല്ല ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു. ഒരു ഗുഡ് ലൈഫ്. DK ശ്രീരാമനോട് അവൾ ഉപമിച്ചത്. നല്ല കുടുംബത്തിൽ ജനിച്ച ഒരു പെണ്ണിന്റെ മനസ്സിൽ മാത്രമേ അങ്ങനെ ഒരു ചിന്ത വരൂ. എന്റെ മകൻ ശ്രീരാമൻ, അവന് സീതയെ പോലെ ഒരു ഭാര്യ. ഇതിൽ പരം സന്തോഷിക്കാൻ ഈ അമ്മയ്ക്ക് എന്തു വേണം? ബഹുത്ത് ഖുഷി, ബഹുത്ത് അച്ഛ. മരുമോളുടെ കാര്യം പറയുമ്പോഴെങ്കിലും അമ്മയ്ക്ക് ഇംഗ്ലീഷ് ഹിന്ദിയോ ഒന്ന് ഒഴിവാക്കിക്കൂടെ? നോ 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 നോ, വിത്തൗട്ട് ഇംഗ്ലീഷ്, വിത്തൗട്ട് ഹിന്ദി, ഐ നോ ലൈഫ്. മനസ്സിലായില്ലല്ലേ? എനിക്ക് ഇംഗ്ലീഷ് ഹിന്ദി ഒന്നും പറയാതെ ജീവിക്കാൻ പറ്റുകയില്ലെന്ന്. സ്റ്റോപ്പ് ഇറ്റ്. പറയുന്നതൊന്ന്, ചെയ്യുന്നത് മറ്റൊന്ന്. മടിയൻ മല ചുമക്കുമെന്ന് പറയുന്ന പോലെയാ നിങ്ങൾ 3 പേരുടെയും കാര്യം. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ സമയത്ത് ചെയ്തു തീർക്കാനുള്ള ബോധം ഇനിയും നിങ്ങൾക്കുണ്ടായിട്ടില്ല. കൗണ്ടറിലെ ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് 3 ദിവസമായി. എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല? പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് നിന്നോട് ഞാൻ പറഞ്ഞിട്ട് എത്ര നാളായി ഗോകുൽ? അത് താമസിപ്പിച്ചതിന്റെ കാരണം നീ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. വൈ? DK റെസ്റ്റോറന്റ് ഗ്രൂപ്പിന്റെ മുഴുവൻ മേൽനോട്ടം നിനക്കല്ലേ ശ്രീറാം? എന്നിട്ടും നീ അതൊന്നും ശ്രദ്ധിക്കാത്തത് കഷ്ടമാണ്. ബിസിനസ് ഒരു കോമ്പറ്റീഷനാ. തോൽക്കാം, ജയിക്കാം. പക്ഷേ കഴിവുകേട് കൊണ്ട് ഒരു ബിസിനസ് നശിച്ചു പോകുന്നതിനേക്കാൾ വലിയ നാണക്കേട് വേറെ ഇല്ല ശ്രീറാം. അതിലും നല്ലത് മരിക്കുന്നതാണ്. എല്ലാം ഞാൻ തന്നെ നോക്കാനാണെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളുടെ ആവശ്യം എന്താ? ഇത് ലാസ്റ്റ് വാണിംഗാ. ഇനിയും ഇതുപോലെ തുടരാനാണ് ഭാവമെങ്കിൽ കഴുത്തിന് പിടിച്ച് ഞാൻ 3നെയും പുറത്താക്കും. മനസ്സിലായോ? മതി, നിർത്ത്. ആക്ഷേപിച്ചത് മതി. നിങ്ങൾ ചെയ്യുന്നതെല്ലാം വലിയ കാര്യം, ഞങ്ങളെല്ലാം വെറും മണ്ടന്മാര്. അങ്ങനെ വരുത്തി തീർക്കാനുള്ള നിങ്ങളുടെ ബുദ്ധിപരമായ തന്ത്രമാണിത്. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ, ഞങ്ങളാരും നിങ്ങളുടെ അടിമകളല്ല. ഈ വീട്ടിൽ നേരെ ചൊവ്വ ഒന്ന് ശ്വാസം എടുക്കണമെങ്കിൽ പോലും നിങ്ങളുടെ അനുവാദം വേണം. ആൻഡമാൻ ജയിലിൽ ഇതിനേക്കാൾ സ്വാതന്ത്ര്യം ഉണ്ടാവും. ഞങ്ങൾ എന്ത് ചെയ്താലും എത്ര പണിയെടുത്താലും നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല. നിർത്തടാ. നീ ആരാണ് സംസാരിക്കുന്നത് മറന്നു പോകരുത്. മറന്നു പോകുന്നത് ഞങ്ങളല്ല, DK. സ്വന്തം സ്ഥാനവും വിലയും മനസ്സിലാക്കി മറ്റുള്ളവരോട് പെരുമാറാൻ അറിയണം. എങ്കിലേ ആ ബഹുമാനമൊക്കെ തിരിച്ചു കിട്ടൂ. ഗോകുൽ, നിർത്ത്. മതി സംസാരിച്ചത്. പറയുന്ന വാക്കിന്റെ മൂർച്ച കൂടിപ്പോയ പിന്നെ എത്ര ക്ഷമ പറഞ്ഞാലും അതുകൊണ്ടുണ്ടാവുന്ന മുറിവുണക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങളൊന്നും മിണ്ടായിരിക്കും. എനിക്ക് സംസാരിക്കണം. ഗോകുൽ, തല മറന്ന് എണ്ണ തേക്കുന്ന സ്വഭാവം കാണിക്കരുത്. DKയോട് എതിർത്ത് സംസാരിക്കാൻ നിനക്ക് എന്താ അവകാശം? ചേട്ടത്തി എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്?
ഞാൻ ഈ പറഞ്ഞ അതേ കാര്യങ്ങൾ നിങ്ങളും ചോദിക്കാൻ പലവട്ടം ആഗ്രഹിച്ചിട്ടുള്ളതല്ലേ? അല്ലെന്ന് എത്ര തവണ പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും എനിക്കറിയാം സത്യം. വേണ്ട, നിന്റെ അഹങ്കാരത്തിന് ഞങ്ങളെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കണ്ട. തടയാൻ ശ്രമിക്കേണ്ട മായേ. അവൻ പറഞ്ഞു തീർക്കട്ടെ. മനസ്സിലുള്ള അഴുക്കെല്ലാം അവൻ ഛർദ്ദിച്ചു വെക്കട്ടെ. പറയടാ, ഇനിയും എന്തൊക്കെയാ നിന്റെ മനസ്സിലുള്ള ആരോപണങ്ങൾ? പറയാം. ഈ വീട്ടിൽ AC പോയാലും ലൈറ്റ് പോയാലും ഫ്രിഡ്ജ് കേടായാലും എന്തിന് ഒരു കോളിംഗ് ബെൽ അടിക്കാതിരുന്നാൽ പോലും അതിന്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ ക്രൂശിക്കും. ആഫ്രിക്കയിലെ അടിമകൾക്ക് ഇതിനേക്കാൾ വിലയുണ്ട്. ഈ വീട്ടിലെല്ലാരും നിങ്ങൾ കീ കൊടുക്കുമ്പോ ഓടുന്നു, ചാടുന്നു, ജോലി ചെയ്യുന്നു, ഉണ്ണുന്നു, ഉറങ്ങുന്നു. എല്ലാവരും എല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാ. നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമാ എല്ലാവരും ജീവിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ വീട്ടിലില്ലേ? പറഞ്ഞു പറഞ്ഞ് എന്തു പറയാമെന്നായോ? ഇനിയൊരു അക്ഷരം മിണ്ടിയാൽ കൂടും കുടുക്കയും അടക്കം എല്ലാം പുറത്തേക്ക് വലിച്ചെറിഞ്ഞ. എന്തിനാ നിങ്ങൾ സാധനങ്ങൾ മാത്രമാക്കുന്നത്? ഞങ്ങളെ എല്ലാം ഗേറ്റിന് പുറത്തേക്ക് വലിച്ചെറിയണം. അതിനും നിങ്ങൾക്കൊരു മടിയും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഗോകുൽ, എടാ മതി സംസാരിച്ചത്. നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നെന്ന് വല്ല ബോധമുണ്ടോ? നീ വാ, നമുക്ക് അകത്തേക്ക് പോ. എടാ വരാനല്ലേ പറഞ്ഞേ? വിടടാ. ഏത് നിമിഷവും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ റെഡിയായിട്ട് തന്നെയാ ഞാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഇവിടെ നിറക്കി വിടാൻ ഇയാളാരാ? നിങ്ങൾ ഞങ്ങളുടെ സ്വന്തം അച്ഛനൊന്നും അല്ലല്ലോ. ഇനി എത്ര ശ്രമിച്ചാലും ഞങ്ങളുടെ സ്വന്തം അച്ഛനായി മാറാൻ നിങ്ങൾക്ക് കഴിയില്ല. നിർത്തണ നാണം കേട്ടവനെ. നീ എന്താണ് പറഞ്ഞത്? ഇവൻ നിന്റെ അച്ഛനല്ലെന്നോ? ശരിയാ, ഇവൻ നിനക്ക് ജന്മം നൽകിയ അച്ഛനല്ല. പക്ഷെ അതിന് മുകളിലാ ഇവന്റെ സ്ഥാനം. നീയൊക്കെ ദിവസം രാവിലെ ഭാര്യമാരെ കൂട്ടി ക്ഷേത്രങ്ങളിൽ പോയി കുപ്പിട്ടി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ, അതിനേക്കാൾ മുകളിലാണ് എന്റെ മകന്റെ സ്ഥാനം. ഇവന്റെ കാല് കഴുകിയ വെള്ളം തീർത്ഥമായി എത്ര തവണ കുടിച്ചാലും ഇവനോടുള്ള നിന്റെയൊക്കെ കടവും കടപ്പാടും തീർക്കാൻ കഴിയില്ല. അതറിയോ നിനക്കൊക്കെ? അമ്മേ മതി. ചങ്ക് തകർന്നാ പോയവനുണ്ടല്ലോ, അവനില്ലായിരുന്നെങ്കിൽ നിനക്കൊക്കെ ഭാര്യമാരും കുടുംബവും പോയിട്ട് ഒരു ജീവിതം പോലും ഉണ്ടാകുമായിരുന്നില്ല. ഇത്രയും കാലം അവൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമാ ജീവിക്കാൻ കഷ്ടപ്പെടുകയും ചെയ്തത്. അവന്റെ ഭാര്യ മരിച്ചു, കുടുംബം പോയി. ആ തകർച്ചയിൽ നിന്ന് ഇപ്പോഴാ എന്റെ മോനെന്ന് കരകയറിയത്. വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ അവൻ തീരുമാനിച്ചത് നിങ്ങൾക്കും ഈ കുടുംബത്തിനും വേണ്ടിയിട്ടാ. പക്ഷെ അവന്റെ മനസ്സ് തോപിച്ചാൽ നിന്നെന്നിപ്പോൾ തികച്ചു പോകും നീയൊക്കെ. കൊള്ളാം, നീ ഒരുപാട് വളർന്നുപോയി. പക്ഷെ ഒന്ന് നീ ഓർത്തോ, എല്ലാവരും എന്നോ മറന്നുപോയൊരു ഭൂതകാലത്തിനെയാ നീ ഇപ്പൊ വലിച്ചു പുറത്തേക്കിട്ടത്. അതിന്റെ വേദനയും നീറ്റലും എത്ര വലുതാണെന്ന് നിനക്കിപ്പൊ മനസ്സിലാവില്ല. നാളെ അത് നിന്നെ പാമ്പിനെ പോലെ തിരിഞ്ഞു കൊത്തുന്നൊരു ദിവസം വരും, മറക്കണ്ട നീ.
അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഇവിടെ നിറക്കി വിടാൻ ഇയാളാരാ? നിങ്ങൾ ഞങ്ങളുടെ സ്വന്തം അച്ഛനൊന്നും അല്ലല്ലോ. ഇനി എത്ര ശ്രമിച്ചാലും ഞങ്ങളുടെ സ്വന്തം അച്ഛനായി മാറാൻ നിങ്ങൾക്ക് കഴിയില്ല. അമ്മേ, എന്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു ഇന്ന്. ജയിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോഴെല്ലാം എന്നെ കൊണ്ട് അതിന് പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കും. ആ വാശിക്ക് അത് തന്നെ ഞാൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ എന്തെങ്കിലും അബദ്ധം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ പറ്റിയ തെറ്റുകൾക്ക് മമ്മി എന്നെ കൊണ്ട് ക്ഷമ പറയിച്ചെഴുതിയ കുറിപ്പുകൾ കൊണ്ട് ഈ മുറി അങ്ങ് നിറഞ്ഞു. പക്ഷെ അബദ്ധങ്ങളൊന്നും പറ്റാതെ എന്റെ അധ്വാനം കൊണ്ട് ഞാനിന്ന് ജയിച്ചമ്മേ. സീതയായിട്ട് അഭിനയിക്കാനേ എന്നെ സെലക്ട് ചെയ്തിരിക്കുവാ. അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെ ചെല്ലാൻ പറഞ്ഞ്. എന്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാ എനിക്ക് അവസരം കിട്ടിയത്. എടി പേരും കള്ളി, മമ്മി ഞാൻ നിർത്തടി. പേരും കള്ളിയാ നീ. മമ്മി, നിന്റെ കള്ളത്തരം ഞാനിപ്പോ നേരിട്ട് കണ്ടു. അതിന് ഞാനിപ്പോ എന്ത് കള്ളത്തരം മമ്മി കാണിച്ചേ? നേരത്തെ നീ പറഞ്ഞു എന്റെ അനുഗ്രഹം കൊണ്ടാണ് നിനക്ക് അഭിനയിക്കാൻ അവസരം കിട്ടിയതെന്ന്. എന്നിട്ട് രഹസ്യമായി വന്ന് ചത്തുപോയ തള്ളയോട് പറയുന്നു നരകത്തിലിരുന്ന് അവൾ അനുഗ്രഹിച്ചത് കൊണ്ടാണ് നിനക്ക് അവസരം കിട്ടിയെന്ന്. ഇത് കള്ളത്തരം അല്ലെങ്കിൽ പിന്നെ എന്താടി? അയ്യോ മമ്മി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മമ്മിയുടെ പ്രാർത്ഥന കൊണ്ട് തന്നെ എനിക്കത് കിട്ടിയത്. എന്നുവെച്ചാ എന്റെ അമ്മയുടെ അനുഗ്രഹം ഞാൻ എന്തിനാ മമ്മി നിഷേധിക്കുന്നേ? അവിടെ അമ്മയുടെ അനുഗ്രഹം ഓലക്കേടെ മൂട്. എടി നീ നോക്കിക്കോ, നിന്നെ അവര് സെലക്ട് ചെയ്യാൻ പോകുന്നില്ല. നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല. ഒന്ന് നിർത്ത് മമ്മി. ഒരു കാര്യം മമ്മി അംഗീകരിച്ചു തരണം, എന്നെ കൊണ്ട് ചിലതെങ്കിലും ചെയ്യാൻ പറ്റൂന്ന്. എനിക്ക് അഭിനയിക്കാൻ കഴിയും മമ്മി. ഇനിയെങ്കിലും എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് മാത്രം മമ്മി പറയരുത്. അമ്മേ, അമ്മ എന്തിനാ എപ്പോഴും ചേച്ചിയുടെ പിന്നാലെ നടന്നിങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? ഇവളുടെ കള്ളത്തരം ഞാൻ കൈയോടെ പിടിച്ചു. ഇനി അഭിനയിക്കാൻ ചാൻസ് കിട്ടിയെന്ന് പറയുന്നതും കള്ളത്തരം അല്ലെന്ന് ആര് കണ്ടു? ചേച്ചി പറഞ്ഞത് സത്യം തന്നെയാ. അമ്മയുടെ മുമ്പിൽ വെച്ചല്ലേ അവരുടെ കോള് വന്നത്. എന്നിട്ട് എന്തിനാ അമ്മ ഇങ്ങനെ സംശയിക്കുന്നേ? നിന്റെ തന്തയുടെ ലക്കുകേടും ഓർമ്മക്കുറവും മാറിയെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഞാൻ വിശ്വസിക്കും. പക്ഷേ ഇവൾക്ക് സീത വേഷത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയെന്ന് പറഞ്ഞ അത് ഞാൻ വിശ്വസിക്കില്ല. സിനിമാക്കാരെ അത്രയ്ക്ക് മണ്ടന്മാരൊന്നുമല്ല. ഇതിലെന്തോ കള്ളത്തരമുണ്ട്. കഴിവുകൊണ്ട് മാത്രം സിനിമയിൽ അഭിനയിക്കാൻ നിന്നെ ഒരാളും വിളിക്കില്ല. നീ എന്തോ സൂത്രവിദ്യ അവിടെ ഒപ്പിച്ചിട്ടുണ്ട്.
എന്താ നിങ്ങളുടെ പേര്? ജോ അല്ല, ജാനകി. ജാനകി. ഈശ്വര, മമ്മിക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. പേര് മാറ്റി പറഞ്ഞത് അവര് തിരിച്ചറിയുന്നതിന് മുമ്പേ തിരുത്തി പറയണം. ഇല്ലെങ്കിൽ ചിലപ്പോ എന്റെ വേഷം അവര് ക്യാൻസൽ ചെയ്താലോ. ഒരു ഡൗട്ടും വേണ്ട മമ്മി, ഈ വേഷം ഞാൻ തന്നെ ചെയ്യും. സത്യം. ഇവക്ക് ഈ മഹാഭാഗ്യം വന്നെന്ന് മറ്റാര് വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കില്ല. ഇതിനു വേണ്ടി ഇവളെന്താണ് ചെയ്തതെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഗോകുൽ, നീ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഈ വീട്ടിലെല്ലാവരും ഡികെയുടെ അടിമകളാ. നീയെങ്കിലും ഇപ്പൊ സത്യം തിരിച്ചറിഞ്ഞല്ലോ. താരെ, എരുതിയിൽ എണ്ണയൊഴിച്ച് അണയാൻ പോകുന്ന തീയെ ആളി കത്തിക്കാനാണോ നിന്റെ ഉദ്ദേശം? ഇവൻ പറഞ്ഞത് തെറ്റ് തന്നെയാ. എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായം പറയാം. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഡിക്ക് ഇവിടുന്ന് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഓ, അത് ശരി. ഇപ്പൊ നിങ്ങളും ഗോകുലിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി വന്നതാണോ? ഈ വീട്ടില് നമുക്കൊക്കെയുള്ള സ്വാതന്ത്ര്യം ശരിക്കുള്ള സ്വാതന്ത്ര്യമാണോ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അടിച്ചു പൊളിച്ചു ജീവിക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഡികെയുടെ സമ്മതം ഇല്ലാതെ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഒന്ന് പോവാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നിട്ട് 70 കൊല്ലം കഴിഞ്ഞു. പക്ഷെ ഈ വീട്ടില് ഇപ്പോഴും ആർക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. വെറുതെ ഇങ്ങനെ തിന്നുന്നു, ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു, അത്ര തന്നെ. നീ പറഞ്ഞത് ശരിയല്ല താരെ. ഈ വീട്ടിൽ നമുക്ക് ഡിക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് സത്യം തന്നെയാ. പക്ഷെ അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണെന്നാ എന്റെ വിശ്വാസം. ഗോകുലെ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ, ഇതുവരെ നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യം നടക്കാതിരുന്നിട്ടുണ്ടോ? ആഗ്രഹിച്ച ഏതെങ്കിലും കാര്യം നമുക്ക് കിട്ടാതിരുന്നിട്ടുണ്ടോ? ഇത്രയും വലിയ സൗഭാഗ്യങ്ങളിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലേ? ജന്മം തന്ന അച്ഛനല്ലായിരിക്കാം, പക്ഷേ ഒരു അച്ഛൻ ചെയ്യേണ്ട കടമകളെല്ലാം നമുക്ക് വേണ്ടി ചെയ്യുന്നത് ഡികെ അല്ലേ? അത് നീ മറക്കരുതായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം. ഡികെ എതിർത്താൽ നമുക്ക് ഈ വീട്ടിൽ പിന്നെ ഒരു സ്ഥാനം ഉണ്ടായിരിക്കില്ല. ഡികെ നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടും എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ഈ അമരാവതിക്ക് മുകളിൽ തണൽ വിരിച്ചു നിൽക്കുന്ന ഒരു വൻമരമാണ് ഡികെ. ആ തണലില്ലെങ്കിൽ വെയിലേറ്റ് വാടിപ്പോകും നമ്മൾ. പറഞ്ഞത് തെറ്റായി പോയി എന്ന് നിനക്ക് മനസ്സിലായെങ്കിൽ ഡികെയോട് ക്ഷമ ചോദിക്കുന്നതിൽ ഒരു മടിയും വിചാരിക്കണ്ട. എന്താ വേണ്ടെന്ന് നീ ആലോചിച്ച് നോക്ക്. നീ എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ നിന്നോടൊപ്പം ഉണ്ട്. വാടാ. അവര് പറഞ്ഞൊന്ന് നീ കാര്യാക്കണ്ട ഗോകുൽ. സ്വന്തമായിട്ടൊരു അഭിപ്രായം പോലും അവർക്ക് രണ്ടുപേർക്കും ഇല്ല. നീ സ്വന്തം അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. ക്ഷമ പറയേണ്ട ഒരാവശ്യമില്ല ഗോകുൽ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഡികെയുടെ മുഖത്ത് നോക്കി നീ ഇത്രയെങ്കിലും പറഞ്ഞല്ലോ. നീ ഒരു ആൺകുട്ടിയാ ഗോകുൽ. ടെൻഷൻ ഉണ്ടോ നിനക്ക്? ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അവരോട് പേര് മാറ്റി പറഞ്ഞത് അതിന്ന് തന്നെ തിരുത്തി പറയണം. ഉഫ്, എല്ലാം കൂടി ഇട്ടുകൊണ്ട് പോകുന്നത് തന്നെ ഒരു കഷ്ടപ്പാടാ. അപ്പൊ ശരി, പോയിട്ട് വരാമേ.
പ്രിയമോളെ, നീ ഇതെവിടെ പോകുന്നു? പുറത്തു പോകുന്ന കാര്യം ഇതുവരെ നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ എനിക്ക് പുറത്തു പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പഴാ ഞാനത് ഓർത്തത്. ആ, എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ചങ്ങ് പോവാം. നിന്നെ ഞാൻ സ്കൂട്ടറിൽ കൊണ്ടുവിടാം. അയ്യോ വേണ്ട വേണ്ട, അത് ശരിയാവില്ല. ഞാനേ ഒരു ഓട്ടോ പിടിച്ചു പൊക്കോളാം. അതെന്താ ശരിയാവാത്തെ? ഞാൻ കൂടെ വന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് എന്ത് കുഴപ്പം? പക്ഷെ ഞാൻ ചേച്ചിയുടെ വഴിക്കല്ല. അതിന് നീ എന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? ഏയ് ഒന്നുമില്ല. നീ വല്ലാണ്ട് വിയർക്കുന്നുണ്ടല്ലോ. സാധാരണ എന്തെങ്കിലും കള്ളം പറയുമ്പോഴാ ഇത്തരം പരിഭ്രമവും വെപ്രാളവും ഒക്കെ വരുന്നേ. ഞാൻ ചേച്ചിയുടെ കള്ളം പറയുന്ന ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? കള്ളം പറയുമ്പോഴാ നിന്റെ മൂക്ക് ഇങ്ങനെ ചുമക്കുന്നു. ഓ പിന്നെ മൂക്ക് ചുമക്കുന്നു. ഒന്ന് പോയേച്ചി. ജലദോഷം വന്നാലും ഒന്ന് തുമ്മിയാലൊക്കെ മൂക്ക് ചുമക്കും. ശരി ശരി. അല്ല, ആരെ കാണുന്ന നീ പോകുന്നേ? ഒരു കൂട്ടുകാരിയെ. ആഹാ, ഏത് കൂട്ടുകാരി? ചേച്ചിക്ക് അറിയില്ല അവളെ? നിന്റെ ഏത് കൂട്ടുകാരിയാ ഞാൻ അറിയാത്തെ? ഇതൊരു പുതിയ കൂട്ടുകാരിയാ. പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളായുള്ളൂ. ഓ, അപ്പൊ ശരി, ചേച്ചി പോയിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രിയമോളെ, താങ്ക് യു സോ മച്ച്. ചേച്ചി, ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി. ഞാൻ പോയിട്ട് വരട്ടെ. ആ ശരി.